ഹായ്, നമസ്കാരം പ്രിയപ്പെട്ടവരെ. രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് പെടുത്തുകയാണ്. നിങ്ങളിപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഹാർപ്പിക് ഹുസൈൻ എന്ന് പറയുന്ന ഈ പരമച്ചെറ്റ, ഇവൻ ശബരിമലയുടെ അരവണയുടെ പായസം കൊണ്ടുവന്നിട്ട് അതിങ്ങനെ കോരി കുടിച്ചിട്ട് ഇവനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് പണ്ടൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ലായിരുന്നു, പണ്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഹറാമായിരുന്നു, ഇപ്പോൾ ഇവൻ കഴിക്കുമ്പോഴത്തേക്ക് ഇത് ഹലാലാണെന്ന് പറയും. സമൂഹത്തിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഓരോ പ്രവർത്തികളുമായിട്ടാണ് ഈ തന്തയ്ക്ക് പിറയ്ക്കാത്ത ഈ വൃത്തികെട്ട നാറി കുറേ നാളായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇരുന്നുകൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ ഗൗരവമുള്ള മറ്റൊരു വിഷയം കൂടെ ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒന്ന് കൊടുത്തതേ ഉള്ളൂ. ആ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ വല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കേരളത്തിൻ്റെ കാളകൂട വിഷമായിട്ടുള്ള ഈ വിഷം വമിക്കുന്ന വിഷവോളി പറഞ്ഞിട്ടുള്ളൊരു വാർത്തയും കൂടെ നിങ്ങളൊന്ന് കേൾക്കുക. ക്ഷേത്രനടയിൽ ബാങ്ക് വിളി തടയണം, അടുത്ത വർഷം മുതൽ പച്ചപ്പള്ളിയും ബാങ്കും നിസ്കാരവും പാടില്ല. KP വിശകല. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ഇതിനെതിരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് വരണം. കാരണം ഇവിടെ ഈ കേരളം എന്ന് പറയുന്നത്, ഇവിടെ ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യരെല്ലാം മനുഷ്യ സ്നേഹത്തോടുകൂടി നല്ല രീതിയിൽ ജീവിച്ചു പോകുമ്പോൾ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഇതുപോലത്തെ ചില പരമ ഓളികളും അതുപോലെ വിഷം വമിക്കുന്ന ഇതുപോലുള്ള ചില വിഷ ഓളികളും വന്നിട്ടാണ് ഈ നാട് നശിപ്പിക്കാൻ വേണ്ടി ഓരോ വാർത്തകളുമായിട്ട് ഓരോ ദിവസം ഇറങ്ങും. പക്ഷേ ഇവരെ ഒന്നും നിലക്ക് നിർത്താൻ നമ്മുടെ നിയമ സംവിധാനങ്ങളൊന്നും തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയവും കൂടെ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ഒരു സോങ് ആണല്ലേ. ഇത് പാട്ട് എഴുതിയിരിക്കുന്നത് ഖത്തറിൽ 40 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരു കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആ ഒരു പാട്ട് എഴുതുമ്പോൾ, അദ്ദേഹം ഒരു മതവിശ്വാസിയാണ്, ആ പാട്ട് എഴുതുമ്പോൾ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട്. അപ്പം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാരും ലീഗുകാരും ട്രെൻഡിങ് ആക്കിയിട്ടുള്ള ഈ ഒരു പാട്ടായിരുന്നു അല്ലേ. പിന്നെ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്ന ആ ഒരു സോങ് ശരിക്കും പറഞ്ഞാൽ അത് വൈറലായി, അത് വലിയ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രചാരമായപ്പോഴത്തേക്ക് ഇത് ഒരു വിഭാഗം ആളുകൾ ഈ പാട്ടിനെതിരെയും പാട്ട് എഴുതിയ ആൾക്കെതിരെയും DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. CPMകാരും പാരഡി ഗാനമായിട്ട് ഇത് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് അയ്യപ്പൻ്റെ പേര് പരാമർശിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ടൂണിൽ തന്നെയാണ് ആ പാട്ട് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഈ ഒരു വിഷയം എന്താണ് എന്നുള്ളത് നമുക്ക് ആ രണ്ട് വാർത്തയും ഒന്ന് പെട്ടെന്നൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. അയ്യപ്പ ഭക്തിഗാനം തെരഞ്ഞെടുപ്പ് പാരഡിയാക്കി CPM മലപ്പുറം താനാളൂർ പഞ്ചായത്തിലെ 17-ാം വാർഡിലാണ് അയ്യപ്പ ഭക്തിഗാനത്തിന്റെ പാരഡി ഇറക്കിയത്. ചരിത്രം മാറ്റാൻ ഒരിക്കലും ആവില്ലല്ലോ. പൈസ കൊടുത്തത് ആരപ്പ? KMCC ആണപ്പ. മൂരികളാണേ ആണപ്പ. പൈസ കൊടുത്തത് ആരപ്പ? KMCC ആണപ്പ. മൂരികളാണേ ആണപ്പ. KMCC ആണപ്പ. ഉറുക്കനെ നായിയെ ഉസ്മാനെ കേറ്റിയേ. ഉറുക്കനെ നായിയെ ഉസ്മാനെ കേറ്റിയേ. ഇറങ്ങൂ പ്രതീക്ഷ. അതായത് ഈ താനാളൂർ പഞ്ചായത്ത് കാലങ്ങളായി LDF ഭരിക്കുന്ന പഞ്ചായത്തായിരുന്നു. അത് ഇത്തവണ മുസ്ലിം ലീഗാണ് പിടിച്ചെടുത്തത്. പക്ഷെ 17-ാം വാർഡിൽ CPM ജയം ആവർത്തിക്കുകയാണ് ഉണ്ടായത്. ഈ വാർഡിലെ നേരത്തെ LDFുമായി ബന്ധമുണ്ടായിരുന്ന നേതാക്കൾ ഇപ്പോൾ ലീഗിനൊപ്പം ചേർന്നു. ഈ നേതാക്കളുടെ പേര് പരാമർശിച്ചുകൊണ്ടാണ് ഈ വിജയാഹ്ലാദത്തിൽ ഈ പാട്ടുമായി CPM പ്രവർത്തകർ ആഘോഷത്തിനെത്തിയത്. അപ്പൊ ഈ ഒരു പാട്ട് CPMന്റെ ആഹ്ലാദ പ്രകടനത്തിൽ അവരും ഈ ഒരു ട്യൂണിൽ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് അയ്യപ്പന്റെ പേര് പരാമർശിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ട്യൂണും വരികളും ഒക്കെ ഏകദേശമൊക്കെ സെയിം തന്നെയാണ്. കുരു പൊട്ടിക്കുമ്പോൾ സുഖമുണ്ടല്ലോ. പായസം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വലിയ കാര്യമാണ്. അതിൽ അരവണ പായസം എന്ന് പറഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഇഷ്ടമായിരുന്ന സമയത്ത് ഈ സാധനം ഹറാമായിരുന്നു, നമുക്ക് കഴിക്കാൻ പറ്റൂലല്ലോ. 1-2 തവണയൊക്കെ കഴിച്ചിട്ടുണ്ട്. കഴിച്ചപ്പോൾ ഭയങ്കര കുറ്റബോധമായിരുന്നു, നരകത്തിൽ പോകുമെന്നും പറഞ്ഞിട്ടേ. ഇപ്പം പിന്നെ ആ പേടിയൊന്നുമില്ല. അങ്ങനെ കുറേ നമ്മൾ ഹൂറികൾ ഉണ്ടാക്കിയതാണല്ലോ. ഇപ്പം ഏതായാലും ഒരു അരവണ പായസം നമുക്ക് കിട്ടി. അതൊന്നും അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഒന്ന് കഴിച്ച് നമുക്ക് അങ്ങോട്ട് സമാധി അടയാം, സമാധാനമാകാം. അപ്പോൾ താങ്ക്സ് ഉണ്ട് കേട്ടാ തന്നതിന്. നമ്മളെ കുളിക കൊണ്ട് തന്നതാണ്. മനസ്സറിഞ്ഞ് ഞാൻ അരവണ കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. ആ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് കാണുന്നില്ലെന്ന് നോക്കി. യെസ്, കാണാം. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. കൊള്ളാം. പ്രത്യേകിച്ച് ബിസ്മീൻ ജെല്ലി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്.
കുരു പൊട്ടിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അത് എൻ്റെ സാറേ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഒന്നും കൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം ഗുരുവായൂർ പോലെ ഹിന്ദുക്കളുടെ ഏറ്റവും വിശുദ്ധമായിട്ടുള്ളൊരു പ്രദേശം, ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ടുള്ള ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നത്. എങ്ങനെയാണ് VHP ഈ വളരെ ഗൗരവമുള്ള വിഷയത്തെ നോക്കിക്കാണുന്നത്? സ്വാമി ശരണം. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മമ്മിയൂർ എന്ന ക്ഷേത്രം, ആ ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന് പോലും ആധാരമായിട്ടുള്ളത്. മഹിമയൂരാണ്, പറഞ്ഞു പിന്നെ അത് മമ്മിയൂരായി മാറിയതാണ്. അതായത് ഭഗവാൻ രുദ്ര തീർത്ഥം എന്ന് പറയുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം. അവിടുന്ന് സ്ഥലം മാറിക്കൊടുത്തിട്ടാണ് ഗുരുവായൂർ അവിടെ പ്രതിഷ്ഠിച്ചത്. അതുകൊണ്ടാണ് ഗുരുവായൂർ പോകുന്നവർ മമ്മിയൂരിലും കൂടെ തൊഴുതാൽ മാത്രമേ ആ ദർശനം പൂർണ്ണമാവുകയുള്ളൂ. അത്രയും പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് മമ്മിയൂർ. ആ ക്ഷേത്രം നിന്ന് ഹൈന്ദവ ക്ഷേത്രമാണ്. അവിടെ ഏറ്റവും ശക്തനായ ഉമാമഹേശ്വര സങ്കല്പത്തിലിരിക്കുന്ന ശിവസങ്കല്പമാണ് അവിടെ ഉള്ളത്. മറ്റെല്ലാ ഒരുപാട് പ്രതിഷ്ഠകളും, വലിയൊരു നാഗരകാവുണ്ട്, അതുപോലെ എല്ലാ പ്രതിഷ്ഠകളുമുള്ള ഒരു അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിനകത്ത് ഇങ്ങനെ ഒരു വാവരം എന്ന് പറഞ്ഞൊരു സങ്കല്പം ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ലാത്തൊരു സങ്കല്പം, അയ്യപ്പനുമായിട്ടോ ധർമ്മശാസ്താവുമായിട്ടോ കുലബന്ധം പോലും ഇല്ലാത്തൊരു സങ്കല്പം മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത് അതിനെ വീണ്ടും മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തീവ്ര ശ്രമത്തിന്റെ ഭാഗമായി മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. കാര്യം ഇത് ഹിന്ദുക്കളെ അവഹേളിക്കുന്നതാണ്. അവിടുത്തെ ദേവതാ സങ്കല്പത്തെ അധിക്ഷേപിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല വടക്കൻ മലബാറിൽ പല സ്ഥലത്തും മനഃപൂർവ്വം CPM-കാർ ഇതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ഈ പല ക്ഷേത്രങ്ങളിലും നടത്തുന്നുണ്ട്. ഈ ഇടയ്ക്ക് അവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ ദഫുമുട്ട് ഉൾപ്പെടെയുള്ള കളികൾ വീഡിയോ കാണാനിടയായി. അപ്പൊ ഇതിനെതിരെ ഭക്തജനങ്ങൾ പ്രതികരിക്കണം. ഇതിനെ അനുവദിക്കരുത്. ഭക്തജനങ്ങൾ അനുവദിക്കാതിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക്? അതുമല്ല, ഒരു ഇസ്ലാമിന് ഒരു ക്ഷേത്രത്തിൽ കയറാൻ എന്ത് അധികാരം? അവർക്ക് ഹിന്ദുക്കൾക്ക് മാത്രമാണ് പ്രവേശനം. ആ ഹിന്ദുക്കൾക്ക് മാത്രം പ്രവേശനമുള്ള ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ കയറി ഇങ്ങനെ കാണിക്കാന്ന് വെച്ചാൽ പോക്രിത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതിനെ ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. ഇതിന് നഖശിഖാന്ത എതിർത്ത് തന്നെ വേണം. ഇപ്പൊ തന്നെ എത്രയോ കാലമായിട്ട് എരുമേലിയിൽ വാവൂരുപള്ളി എന്ന് പറയുന്നത് വാവൂരുപള്ളി അല്ല, അത് നൈനാർ മസ്ജിദാണ്. രേഖകളിലെല്ലാം നൈനാർ മസ്ജിദാണ്. ഹിന്ദുക്കളുടെ പണം അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രമാണ് ഈ മണ്ഡലകാല സമയത്തോടെ ഒരു വാവരെ എഴുന്നള്ളിക്കുന്നത്. എന്നിട്ട് പാവപ്പെട്ട ഹിന്ദുക്കൾ, അത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ, കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന അവർക്കറിയില്ലല്ലോ, അവർ വന്ന് വാവര് വഴി കയറി പൈസ ഇടുകയാണ്, പണം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ്. അതുകൊണ്ടാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളും ഒരു ട്രസ്റ്റും ചേർന്നിട്ട് അവിടെ ഒരു വാവൂരസ്വാമി, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ധർമ്മശാസ്താവിന്റെ സേവകനായിട്ടുള്ള വ്യക്തി എന്നുള്ള വാവൂരനാണ്. ആ വാവൂരന് എരുമേലിയിൽ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. കാലാന്തരത്തിൽ അത് നശിക്കപ്പെട്ടതാണ്. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ 40ഓളം ജ്യോതിഷിമാർ ഒന്നിരുന്ന് ദേവപ്രശ്നം നടത്തി തെളിവാണ്. അതേ സ്ഥലത്ത് തന്നെ വാവൂര ക്ഷേത്രം ഉയരണമെന്ന്. അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ CPM ഭരിച്ചുകൊണ്ടിരുന്ന, ഇപ്പൊ CPM മാറി, എരുമേലി പഞ്ചായത്ത് അതിനെ എതിർക്കുകയാണ് ചെയ്തത്. അതിപ്പോ ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നിരിക്കുകയാണ്. ഹൈക്കോടതി ആ കേസ് ഫയലിൽ സ്വീകരിച്ച് എരുമേലി പഞ്ചായത്തിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഇത് വ്യാപകമായ രീതിയിൽ ഈ തെറ്റിദ്ധാരണ അയ്യപ്പ ഭക്തരിലും ഹൈന്ദവ സമൂഹത്തിലും ആൾക്കാരിടയിലും പരത്താൻ വേണ്ടിയുള്ള ഒരു തീവ്ര ശ്രമമാണ് ഈ പറഞ്ഞ ജിഹാദികളുടെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ടുപേരും ഇപ്പൊ അത് അയ്യപ്പ ഭക്തന്മാരുടെ ആ വിശ്വാസത്തെ മുറിവേൽപ്പിച്ചു എന്നാണ് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത്. എന്നാൽ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം, പക്ഷേ ഇത് കൃത്യമായിട്ട് ഈ കേരള ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഒരു ആധിപത്യം അത് വലിയ രീതിയിൽ തന്നെ അത് പല പഞ്ചായത്തുകളും പല കോർപ്പറേഷനുകളും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്ത സ്ഥലങ്ങളിൽ വരെ അവർ പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റിയത്. അത് ഈ ഒരു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ട്രയൽ കൂടിയായിട്ടാണ് ഇവർ ഇതിനെ നോക്കിക്കാണുന്നത്. എന്തായാലും നിങ്ങളുടെ കൃത്യമായിട്ടുള്ളൊരു അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതിനെ പാട്ടായിട്ട് തന്നെ കാണണോ, ഇതിനെ വർഗീയപരമായി ചിത്രീകരിച്ചുകൊണ്ട് വേറൊരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കണോ എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും